Hello friends, welcome to the channel. Now, we already thumbnailing actually mostly all Apple products. Almost Apple ecosystem. Now, I actually Apple fan. Actually main Windows back desktop and Windows and gaming laptop already unboxing recently actually MacBook official purpose actually video editing Mac OS already Mac OS official purpose Windows user friendliness Linux model almost Ubuntu Linux Mac OS difference actually iPhone almost iPhone primary device separate Android Samsung phone series. Then secondary phone idea mati. Android full light iOS limitations phone charge iPhone 13 almost green version iPhone 13 14 available 14 actually just worth of money just value for money product just same color difference extra Apple value value product recently iPhone 15 separate video actually personal experience recently iPad video financial tips financial just use separate so video iPhones value recently iPhone 15 price value upgrade 13 or 12 upgrade 13 or 14 15 update value update marketing tactics profit Apple brand marketing tactics products first iPhone 13 primary device iOS security privacy privacy security comparatively Windows or Android compare security privacy OS Ubuntu file system different for example Android Windows system hack install WhatsApp hack Windows full iOS WhatsApp WhatsApp details file system individual and actually the main official emails and YouTube channel part-time job security main Apple ecosystem Apple product Apple product iPhone 13 Apple Watch SE2 this is strap strap separate Amazon green model green color Apple Watch backup first fast charging slow actually this is 45mm. Base actually Samsung already Amazfit TX200 model. This is size
അപ്പോൾ ഇതിന് ചെറിയൊരു സൈസ് കുറവായിട്ട് എനിക്ക് തോന്നി. ബാക്കി വലിയ നെഗറ്റീവ് സംഭവങ്ങളൊന്നും പറയാനില്ല കേട്ടോ. ചാർജിങ് ഭയങ്കര സ്ലോവാണ്, അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത്. പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പിൾ പ്രോഡക്റ്റാണ് നമ്മുടെ എയർപോഡ്. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിക്കാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഐഫോൺസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഞാൻ അടുത്ത് കാണിച്ചു തരാം. അത് ഇതിനു മുമ്പ് നമുക്കൊന്ന് അത് പറയാം. നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മാക്ബുക്ക് എയർ. അത് മാക്ബുക്ക് എയർ 256 512 GB ആണ്. നമ്മുടെ എയർ മോഡൽ ഫസ്റ്റ് ജനറേഷനാണ്, M1 ചിപ്പ് വരുന്ന മോഡലാണ്. അപ്പോൾ ഇതെല്ലാം ഓൾമോസ്റ്റ് ഒരു 10 മാസം ആ ടൈമിൽ തന്നെ ഒരുമിച്ച് വാങ്ങിച്ചാലുണ്ട് ഞാൻ. എല്ലാം ഓൾമോസ്റ്റ് ഒരേ ലൈഫ് സ്പാൻ തന്നെയാണ്. ലൈഫ് സ്പാൻ ഒരു വാങ്ങിച്ച ടൈമൊക്കെ സെയിം തന്നെയാണ്. എല്ലാം ഒരു ഓൾഡ് എല്ലാം സെയിമാണ്. 10 മാസം 11 മാസം തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാം വരുന്നത്. 9-10 മാത്രം മാസമായിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഒരു കൊല്ലമായിട്ടില്ല ഒന്നും. അപ്പോൾ എല്ലാം ആ റേഞ്ചിൽ തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അതുള്ളത് കൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇതും വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ആപ്പിൾ പ്രൊഡക്റ്റ്. ഇത് ഇത് എയർപോഡ് 2nd ജനറേഷനാണ് വിത്ത് വയർലെസ് ചാർജിങ് കേസ്. അപ്പോൾ നിങ്ങളെന്ത് ചോദിക്കുക, അപ്പോൾ എന്തായാലും നമുക്ക് പ്രോ മോഡലോ അല്ലെങ്കിൽ 3 വേർഷനോ വാങ്ങിക്കാമെന്ന് വെച്ചാൽ വാല്യൂ അല്ല. 18,000-20,000 കൊടുത്ത് ഒരു എന്താ പറയുക ഇയർബഡ് വാങ്ങി എനിക്ക് തലയ്ക്ക് വരാനൊന്നുമില്ല. എന്നുവെച്ചാൽ അത്രയ്ക്കുള്ള വാല്യൂ സാധനം തരുന്നില്ല. അതിൻ്റെ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് സൗണ്ട് ആ കൊടുക്കുന്ന പ്രൈസിനുള്ള സംഭവമൊന്നുമില്ല. അതിൻ്റെ അതേ ക്വാളിറ്റി സംഭവം നമുക്ക് 10 രൂപ വേറെ ബ്രാൻഡ് തരുന്നുണ്ട്. ഇപ്പോൾ JBLൻ്റെ സാംസങ്ങിൻ്റെ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സോണിയുടെ ഒക്കെ 10 രൂപ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ എന്താ പറയുക നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ തരുന്ന വേറെ പ്രൊഡക്റ്റുകളുണ്ട്, അതിനും റേറ്റ് കുറഞ്ഞത്. അപ്പോൾ അതൊരു വാല്യൂ തരാത്ത പ്രൊഡക്റ്റാണ്. 18 രൂപയ്ക്ക് 20 രൂപയ്ക്കൊന്നും എയർപോഡ് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ICC ഓഫറിലായിട്ട് ഭയങ്കര 8 രൂപയ്ക്കൊക്കെ കിട്ടി നമുക്കത്. ICC ബാങ്കിൻ്റെ ഓഫർ. ഇതെല്ലാത്തിനും ഞാൻ ഓഫർ എടുത്തൊക്കെ എന്താ വാങ്ങിച്ചേക്കുന്നത്. അത് മാക്ബുക്ക് ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ. ഐഫോൺ ഞാൻ അതുകൊണ്ട് തന്നെ നമുക്ക് കാർഡ് ഓഫർ ഉള്ളതുകൊണ്ട് ഓഫ്ലൈനാണ് വാങ്ങിച്ചത്, സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത്. പിന്നെ ആപ്പിൾ വാച്ച് ആയിക്കോട്ടെ, ആപ്പിൾ വാച്ചും ബാക്കിയെല്ലാം നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ വാല്യൂ തരും, നമുക്ക് വാല്യൂ തരുന്ന സംഭവമായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ റീസെൻ്റ്ലി പിന്നെ ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റാണ് ആപ്പിളിൻ്റെ വാങ്ങിച്ചതാണ് നമ്മുടെ 10th ജനറേഷൻ ഐപാഡ്. ഇത് 256 GB വൈഫൈ മോഡലാണ്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതെല്ലാം ഒരു ഇക്കോസിസ്റ്റമാണ്. വേറെ ഇക്കോസിസ്റ്റം അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ അത് പക്ഷേ ഈ സെയിം ഇക്കോസിസ്റ്റം നമുക്കിപ്പോൾ സാംസങ്ങിൽ നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ സെക്കൻഡറി ഫോൺ സാംസങ് ആണ്, എൻ്റെ സാംസങ്ങിൻ്റെ ടാബും ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആക്ച്വലി ഇത് ചെയ്ത സാധനം അതിൽ നമുക്ക് ഇതുപോലെ തന്നെ വരാൻ പറ്റും. അപ്പോൾ അതിൽ സേവ് ചെയ്ത നോട്ട്സ് ഒക്കെ സംഭവത്തിൽ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സംഭവം ഇപ്പോൾ സാംസങ്ങിലും ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇതും ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് കഴിഞ്ഞു. ഇതിൽ ഞാൻ ആക്ച്വലി പെന്നുണ്ട്, എൻ്റെ പെന്ന് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ആ പെന്ന് നമ്മുടെ ബാഗിലാണ്. അപ്പോൾ ഞാൻ പെന്ന് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ നോട്ട്സ് എഴുതാനും, അതുപോലെ തന്നെ ഒഫീഷ്യൽ പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ പർപ്പസിന് സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ എഴുതാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇത് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ റീസെൻ്റ്ലി കുറേ അപ്ഡേറ്റ്സും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാത്തിലും ഇവരൊരു ഗുണം എന്ന് വെച്ചാൽ അപ്ഡേറ്റ്സ് പ്രോംപ്റ്റാണ്. അതുപോലെ തന്നെ പക്ഷേ സാംസങ്ങിൻ്റെയും ഹൈ എൻഡ് ഡിവൈസിലൊക്കെ അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇതിലും നമുക്കിപ്പോൾ എല്ലാ മാസം നമുക്ക് അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇതിലും ആക്ച്വലി നമുക്ക് എല്ലാം ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഐപാഡിൽ അപ്ഡേറ്റ് വന്നു, അങ്ങനെയാണെങ്കിൽ iOSലും അപ്ഡേറ്റ് വരും, മാക്കിലും അപ്ഡേറ്റ് വരും. ഇപ്പോൾ മാക്കിലും പുതിയ OS വന്നിട്ടുണ്ടായിരുന്നു, മോണോമി അങ്ങനെ എന്തൊരു സാധനം വന്നിട്ട് പേര് കുറയാണെങ്കിലും സംഭവം അത്യാവശ്യം ലുക്കൊക്കെ ചെറുതായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളതിൻ്റെ ഷോർട്സും സംഭവങ്ങളൊക്കെ വീഡിയോ നമ്മൾ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്, ഇവർക്ക് അപ്ഡേറ്റ്സ് ഒക്കെ പ്രോംപ്റ്റാണ്. ഇപ്പോൾ എന്തെങ്കിലും ബഗ്ഗും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ ഫിക്സ് ആയിട്ട് OT അപ്ഡേറ്റ് വരും. അങ്ങനെ കൂടെ ഒരു ഗുണം ആപ്പിളിനുണ്ട്, അത് വേറെ കാര്യം. എന്നാലും അവർ കൊടുക്കുന്ന പ്രോഡക്റ്റിനുള്ള വാല്യൂ അവർ കൊടുക്കുന്ന പ്രൈസിനില്ല, അത് വേറെ കാര്യം. പച്ചക്കെടുത്ത് പറയാനല്ലോ, നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും, എന്നാലും അതിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിത് വലിയ സംഭവമായിട്ട് എടുത്ത് കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ ആപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. കുറേ പേരുടെ വിചാരം അതാണ്, ആപ്പിൾ പ്രൊഡക്റ്റിന് ഈ ലോഗോ ഉണ്ടെങ്കിൽ എന്തോ ഇത് കിട്ടിയ പോലെയാണ്. ഞാൻ അതുകൊണ്ട് എടുത്ത് പറയുന്നതല്ല. ഇപ്പോൾ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു 15 ഇറങ്ങിയതിൻ്റെ ആൾക്കാർ ക്യൂ നിൽക്കുന്ന കാര്യം നിങ്ങൾ കണ്ടായിരിക്കും. എന്ന് വെച്ചാൽ എന്തോ ഫുഡ് കിട്ടാണ്ട് ഒരു ദിവസം ഫുഡ് കിട്ടാണ്ട് അടുത്ത ദിവസം ഫുഡ് കൊടുക്കുമ്പോൾ നിൽക്കണ പോലെയാണ് ആൾക്കാർ ലൈൻ നിൽക്കുന്നത്, ഇടി കൂടുന്നതും അതുപോലെ തന്നെ വരി നിൽക്കണതൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഓൾറെഡി ഒരു ഐഫോണിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഐഫോൺ വാങ്ങിക്കല്ലേ, ഐഫോൺ 15. അപ്പോൾ അത് കാണാത്ത രൂപ കണ്ടു നോക്കട്ടെ, 2-3 ദിവസം മുമ്പ് നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോ. അപ്പോൾ അത് നമ്മളൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് വരെ നമ്മളിത് വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ അത് ഓൾറെഡി പറഞ്ഞുണ്ട്, നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിൾ പ്രൊഡക്ട്സ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ആപ്പിൾ പ്രൊഡക്റ്റിൻ്റെ ഇക്കോസിസ്റ്റം ഉണ്ട്. ഇനി നമ്മൾ ഇല്ലാത്തതെന്ന് പറയുന്നത് ഒരു സ്പീക്കർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു സ്പീക്കർ പോലെ ഇതേ മോഡലായിട്ട് ഒരു സ്പീക്കർ ഉണ്ട് വരാം, അത് തനി വേസ്റ്റാണ്. ആ കൊടുക്കുന്ന പ്രൈസിക്ക് 10 പൈസയ്ക്ക് വാല്യൂ ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ് ആപ്പിളിൻ്റെ. പിന്നെയുള്ളത് ആപ്പിൾ TV ആണ്, അതെനിക്ക് തീരെ ഇഷ്ടമല്ല. ആപ്പിൾ TV അതും സെയിം
അപ്പോൾ എൻ്റെ ആപ്പിൾ ടി വി നമുക്കിത് ആക്ച്വലി ഇത് വാങ്ങിക്കുമ്പോൾ ആപ്പിളിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്കൊരു 12 കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ എനിക്ക് ഓൾറെഡി ഫ്രീ ഉണ്ട്. അപ്പോൾ ആപ്പിൾ ടി വിയിൽ വലിയ കാര്യമുള്ള സംഭവമൊന്നുമില്ല. കുറച്ച് പ്രൊഡക്റ്റ് കുറച്ച് സീരീസും അതുപോലെ തന്നെ ചില എന്താ പറയുക മൂവീസും മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ അതിന് 99 പ്ലസ് GST എല്ലാ മാസവും ഉണ്ട് ചാർജ് വേറെ എക്സ്ട്രാ. അപ്പോൾ അത് തീരെ വാല്യൂ തരാത്തൊരു സംഭവമാണ്. അതിന് നമുക്ക് വേറെ ഇഷ്ടംപോലെ OTA സംഭവങ്ങളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന വേറെ ആപ്പിൾ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഇവരുടെ കുറച്ച് അക്സസറീസ് ആയിരിക്കും. വേണമെങ്കിൽ ഐപാഡിൻ്റെ കുറച്ച് അക്സസറീസ് ആയിട്ടുള്ള നമ്മുടെ കവർ അതൊന്നും ആവശ്യമില്ല. 30,000 കൊടുത്ത് അത് കവർ വാങ്ങിക്കാൻ എനിക്ക് തലയ്ക്കിടാനൊന്നുമില്ല. അത് വാങ്ങിക്കുന്നവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല. അത് യൂസ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാം, പ്രൊഫഷണൽ യൂസും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇവർക്കുള്ള വേറെ പ്രൊഡക്ട്സുകൾ എന്ന് പറയുന്നത് മെയിനായിട്ട് വേറെ സംഭവമൊന്നുമില്ല. പിന്നുള്ളത് അവരുടെ ഡെസ്ക്ടോപ്പാണ്. അപ്പോൾ അത് എനിക്ക് ഡെസ്ക്ടോപ്പ് ആവശ്യമില്ല. എനിക്ക് ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, മാക് ബുക്ക് എനിക്ക് എഡിറ്റിംഗ് സംഭവത്തിനൊന്നും വലിയ ഇഷ്ടമായിട്ട് തോന്നിയില്ല. നമ്മളതിന് എഡിറ്റിംഗ് സംഭവത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വിൻഡോസ് തന്നെയാണ്. എൻ്റെ 2 വിൻഡോസ് ഡിവൈസുകളുണ്ട്, ഒരു മാക് ബുക്ക് ഉണ്ട്. അപ്പോൾ മാക് ബുക്ക് ഞാൻ ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാക് ബുക്ക് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബാറ്ററി ബാക്കപ്പാണ്. മൊബൈലിനായിട്ട് ബാറ്ററി ബാക്കപ്പാണ്. അവർക്ക് ഓൾമോസ്റ്റ് ഒരു 7 days ഒക്കെ ബാക്കപ്പ് കിട്ടിയ സാധനം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, ഹീറ്റ് അധികം ഇല്ല, ഹീറ്റ് വെൻസും ഇല്ല ഇതിന്, പക്ഷേ ഹീറ്റിംഗ് വരുന്നില്ല. പിന്നെ അതിന് ഗെയിമിംഗ് സംഭവമൊന്നും ഇല്ല, അപ്പോൾ വലിയ ഹീറ്റ് ആവേണ്ട സംഭവമൊന്നും ഇല്ല. പക്ഷെ എന്നാലും എഡിറ്റിംഗ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും വലിയ ഹീറ്റിംഗ് സംഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് അതിൻ്റെ ഹൈലൈറ്റ് തന്നെയാണ്. പക്ഷേ അതിന് കുറേ നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിനും ഉണ്ടായിരിക്കും, അത് എല്ലാ ബ്രാൻഡിനും ഉണ്ടായിരിക്കും. പക്ഷേ അത് നമ്മുടെ യൂസ് വെച്ച് മാത്രം നോക്കി വാങ്ങിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പിൾ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ആപ്പിൾ ഇക്കോസിസ്റ്റം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റും അപ്ലോഡ് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിക്കാത്തവർ പേജായിട്ട് ഫോളോ അടിക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ 2 ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണാം. ബൈ.